ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മളിപ്പം കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വണ്ടികൾ വിറ്റ കമ്പനികളുടെ സെയിൽ നോക്കിയതാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വിറ്റുപോയ 10 വാഹനങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ആൻഡ് നമുക്കറിയാം കഴിഞ്ഞ മാസം മിക്ക കമ്പനികളുടെയും സെയിൽ നന്നായിട്ട് ഡ്രോപ്പ് ആയിരുന്നു. അതുകൊണ്ട് വണ്ടികളുടെ സെയിൽസിൽ എന്തോരം ബാധിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഇതിന് മനസ്സിലാവും. നമ്മുടെ 10th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മാരുതി സുസുക്കിയുടെ ഫ്രോങ്സ് ആണ്. ഈ വാഹനത്തിന് കഴിഞ്ഞ മാസം 9815 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. നമ്മളിപ്രാവശ്യം ഇയർ ഓൺ ഇയർ ബേസിസിലാണ് കമ്പയർ ചെയ്യുന്നത്, മന്ത് ഓൺ മന്തിലല്ല. അതുകൊണ്ട് തന്നെ 2024 ജൂൺ നോക്കുകയാണെങ്കിൽ 9688 വാഹനങ്ങൾ സെയിലായിരുന്നതിന് കിട്ടിയത്. 127 വാഹനങ്ങളുടെ വ്യത്യാസവും 1.31% ഗ്രോത്ത് റേറ്റും ഒക്കെ ഉണ്ട്. വലിയ കുഴപ്പമില്ല, ഗ്രോത്ത് അധികം ഇല്ലെങ്കിലും വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഇയർലി സെയിൽസ് ആണെന്ന് പറയാം. പക്ഷേ ഇത് 2024 സെയിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ വരുന്നത്. അല്ലാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ മിക്ക മാസങ്ങളിലും 12,000 to 15,000 ഇടയിലൊക്കെ ഈ വാഹനത്തിന് സെയിൽ കിട്ടാറുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരിത്തിരി കുറവാണ് എന്ന് പറയേണ്ടി വരും. പിന്നെ ഈ വണ്ടി ചില മാസങ്ങളിൽ നമ്പർ 1 ബെസ്റ്റ് സെല്ലിംഗ് വണ്ടിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഏതായാലും നമ്മുടെ ഇനി അടുത്ത 9th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഇടയ്ക്കൊരു കാലത്ത് സ്ഥിരമായിട്ട് ബെസ്റ്റ് സെല്ലിംഗ് വണ്ടി ആയിക്കൊണ്ടിരുന്ന വണ്ടിയാണ് പഞ്ച്. ആൻഡ് ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് 2024 ഏറ്റവും കൂടുതൽ വിറ്റുപോയ വണ്ടിയും പഞ്ച് തന്നെയായിരുന്നു. പക്ഷേ എന്തായാലും 2025 തുടങ്ങിയപ്പോൾ തൊട്ട് എന്താ പറ്റിയെന്നറിയില്ല, ടാറ്റ പഞ്ചിൻ്റെ പ്രൊഡക്ഷൻ നന്നായിട്ടൊന്ന് ലിമിറ്റ് ചെയ്തു. കഴിഞ്ഞ മാസം 10,446 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് കിട്ടിയത്. 2024 ജൂണിൽ 18,238 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. നല്ല വ്യത്യാസമുണ്ട്. 7,792 വാഹനങ്ങളുടെ വ്യത്യാസവും 42.72% ഡീഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വണ്ടി ഇതാണ്. ആൻഡ് അതും ചെറിയ മാർജിൻ വെച്ചൊന്നല്ല. ഇങ്ങനെ ഇയർ ഓൺ ഇയറിൽ 42% ഡീഗ്രോത്ത് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ്, അതും ഇത്രയും ഹൈ വോളിയം സെയിൽസിൻ്റെ കണക്കിൽ. ആൻഡ് ഇതിപ്പോൾ പഞ്ചിൻ്റെ കേസിൽ മാത്രമല്ല, ആക്ച്വലി നെക്സോണിൻ്റെ കേസിലും സെയിൽ കുറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മുടെ 8th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നെക്സോൺ തന്നെയാണ്. പക്ഷേ പഞ്ചിന് 2024 18,000 17,000 ആ റേഞ്ചിൽ സെയിൽ കിട്ടിക്കൊണ്ടിരുന്ന സമയത്ത് നെക്സോണിന് 11,000 12,000 ആ റേഞ്ചിലൊക്കെ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് 25ലേക്ക് കയറിയപ്പോഴേക്കും നെക്സോണിൻ്റെ സെയിൽ അതിന് കൂടെ കൂടിയിട്ടുണ്ട്. 10,000 11,000 ആ റേഞ്ചിൽ നിന്നൊരു 12,000 13,000 14,000 ആ റേഞ്ച് വരെയൊക്കെ ആയിരുന്നു. കഴിഞ്ഞ മാസം അത്രയില്ല, 11,602 വാഹനങ്ങളുടെ സെയിലേ ഉള്ളൂ. പക്ഷേ 2024 ജൂണിൽ നേരത്തെ പറഞ്ഞാൽ 12,066 വാഹനങ്ങളുടെ സെയിലായിരുന്നതിന് കിട്ടിയത്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 464 വാഹനങ്ങളുടെ വ്യത്യാസവും 3.85% ഡീഗ്രോത്ത് റേറ്റും ഒക്കെ ഉണ്ട്. ഏതായാലും കഴിഞ്ഞ മാസം ഞാൻ നേരത്തെ മറ്റേ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, ടാറ്റയ്ക്ക് കഴിഞ്ഞ 42 മാസത്തെ സെയിൽസ് കണക്ക് വെച്ച് വന്നിരിക്കുന്നതിൽ ഏറ്റവും കുറവ് സെയിൽ വന്നിരിക്കുന്ന കഴിഞ്ഞ മാസമാണ്. സോ അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് വലിയ കുഴപ്പമില്ല. അപ്പോൾ പിന്നെ എന്തായാലും വണ്ടികളുടെ സെയിൽ കുറയുന്നത് നമുക്ക് റിഫ്ലക്ട് ചെയ്തതിൽ കാണാമല്ലോ. ഇതിപ്പോൾ മിക്കവാറും എന്തെങ്കിലും പ്രൊഡക്ഷൻ ഇഷ്യൂ ആവാനാണ് സാധ്യത, അല്ല ഇത്ര ഒറ്റയടിക്ക് കുറയില്ല. ഇനി നമ്മുടെ അടുത്ത 7th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മഹീന്ദ്രയുടെ സ്കോർപിയോ എൻ ആണ്. ഈ സ്കോർപിയോ എന്നും ക്ലാസിക് രണ്ടും കമ്പൈൻഡ് ആണ്. ഇതിനിപ്പം 2024 ആയാലും 2025 12,000 to 15,000 ഇടയിൽ സുഖമായിട്ട് സെയിൽസ് കിട്ടുന്ന വണ്ടിയാണ്. കഴിഞ്ഞ മാസം 12,740 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. 2024 ജൂണിൽ 12,307 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. 433 വാഹനങ്ങളുടെ വ്യത്യാസവും 3.52% ഗ്രോത്ത് റേറ്റ് ഉണ്ട്. നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമതായി ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് കിട്ടിയ വണ്ടി ഇതാണ്. ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് കിട്ടിയ വണ്ടി ഫ്രോങ്സ് ആയിരുന്നു. അതിനോട് പറഞ്ഞില്ല എന്ന് തോന്നുന്നു. പക്ഷേ എന്തായാലും അത്യാവശ്യം കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സെയിലാണ് എന്ന് തന്നെ നമുക്ക് പറയാം. പിന്നെ ഈ പ്രൈസ് പോയിന്റിൽ ഉള്ളൊരു വാഹനം 12,000 മുകളിലൊക്കെ വിൽക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യമാണല്ലോ. അതും ഫ്രോങ്സ്, നെക്സോൺ, പഞ്ച് അതൊക്കെ തന്നെ താഴെയാണ് നിൽക്കുന്നത്. ഈ വണ്ടി ഏകദേശം ഒരു 10-30 ലക്ഷം രൂപയൊക്കെ ആവും ടോപ്പ് എൻഡിന് ഓൺ റോഡ്. ആക്ച്വലി ഇപ്പോൾ 30 ലക്ഷത്തിന് മുകളിലാവും തോന്നുന്നു ഓൺ റോഡ്, കാരണം നമ്മുടെ റോഡ് ടാക്സ് ഒക്കെ അത്യാവശ്യം വ്യത്യാസം വന്നിട്ടുണ്ട്. ഇനി അടുത്ത 6th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ മാരുതി സുസുക്കിയുടെ വാഗണർ ആണ്. ഈ വണ്ടിയുടെ സെയിൽ കഴിഞ്ഞ മാസം നന്നായിട്ട് കുറഞ്ഞു. സാധാരണ ഇത് 15,000 മുകളിലൊക്കെ എങ്ങനെയാലും പോകാറുള്ളതാണ്. ചില മാസങ്ങൾ മാത്രമാണ് ഇത്രയും വല്ലാണ്ട് കുറയുന്നത്. കഴിഞ്ഞ മാസം 12,930 വാഹനങ്ങളുടെ സെയിൽ മാത്രമേ തന്നെ കിട്ടിയിട്ടുള്ളൂ. 2024 ജൂണിൽ 13,790 വാഹനങ്ങളുടെ സെയിൽസ് കിട്ടിയതാണ്. അത് തന്നെ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. പക്ഷേ എന്തായാലും 860 വാഹനങ്ങളുടെ വ്യത്യാസവും 6.24% ഡീഗ്രോത്ത് റേറ്റും ഒക്കെ നമുക്കിവിടെ കാണാം. ഇതിനിപ്പോൾ എന്താ പെട്ടെന്ന് പറ്റിയെന്നറിയില്ല. സാധാരണ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുണ്ടായിരുന്നു, പിന്നെ ബലേനോ ഉണ്ടായിരുന്നു, അതുപോലെ നമ്മുടെ ഡിസയർ, സ്വിഫ്റ്റ് തുടങ്ങിയ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ ബലേനോ ഈ ലിസ്റ്റിലേ ഇല്ല. അതാണ് വേറൊരു കാര്യം. സാധാരണ ബലേനോ അറ്റ്ലീസ്റ്റ് ടോപ്പ് 10 ലിസ്റ്റിൽ എവിടെയെങ്കിലുമൊക്കെ കാണുന്നതാണ്. പക്ഷേ ഇടയ്ക്ക് ചില സമയങ്ങളിൽ ഇതുപോലെ ബലേനോ എവിടെ ഇല്ലാത്ത പോലെ അങ്ങ് ഔട്ടായി പോകും. ഏതായാലും ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇത് ബലേനോയിൽ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. അല്ലാതെ ഞാൻ ബാക്കി പറഞ്ഞ പേരുകളൊക്കെ ഇവിടെ ഉണ്ട്. ഇനി 5th പൊസിഷനിൽ നിൽക്കുന്നത് സ്വിഫ്റ്റ് ആണ്. പക്ഷേ ഇതിൻ്റെയും സെയിൽ കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ മാസം 13,275 വാഹനങ്ങളുടെ സെയിലാണ് വന്നത്. 2024 ജൂണിൽ 16,422 വാഹനങ്ങളുടെ സെയിലും വന്നായിരുന്നു. അതായത് 3,147 വാഹനങ്ങളുടെ വ്യത്യാസവും 19.16% ഡീഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. പഞ്ച് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതായി നമ്മുടെ ലിസ്റ്റിലെ ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വണ്ടിയും കൂടിയാണ് സ്വിഫ്റ്റ്. ഇതിപ്പോൾ ജനറേഷൻ അപ്ഡേറ്റ് വന്നപ്പോൾ തൊട്ട് സെയിൽ ഇടയ്ക്കൊന്ന് കൂടിയായിരുന്നു ആ വന്ന സമയത്ത്.
പക്ഷേ പിന്നെ അങ്ങനെ വലിയൊരു ഇൻക്രീസ് ഒന്നും ഉണ്ടായിട്ടില്ല. മിക്കവാറും ഒക്കെ ഒരു 15,000-ന് താഴെയായിട്ടാണ് ഇപ്പോൾ സ്വിഫ്റ്റിന് സെയിൽ വരാറുള്ളത്. തേർഡ് ജനറേഷൻ ആയിരുന്ന സമയത്ത് എങ്ങനെയായാലും 15,000-ന് മുകളിലായിരുന്നു ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് സെയിൽ കിട്ടിക്കൊണ്ടിരുന്നത്. എന്തായാലും ഇപ്പോൾ അതിൽ വ്യത്യാസം വന്നു. അവർ മൈലേജ് കൂട്ടാൻ വേണ്ടി 3 സിലിണ്ടർ ആക്കിയെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ആക്ച്വലി ജനറലി ആൾക്കാർക്ക് കിട്ടുന്ന മൈലേജ് ഇപ്പോഴും പഴയ പോലെയാണ്, ഓർ ചില സാഹചര്യങ്ങളിൽ പഴയതിലും കുറവാണെന്ന് ആൾക്കാർ പറയാറുണ്ട്. ഇനി 4th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മാരുതി സുസുക്കിയുടെ എർട്ടിഗയാണ്. ഈ വണ്ടിയുടെ സെയിൽ ഈ അടുത്ത കാലത്താണ് ഇത്രയും ഭയങ്കരമായിട്ടും കയറാൻ തുടങ്ങിയത്. കഴിഞ്ഞ മാസം 14,151 വാഹനങ്ങൾ സെയിലാണ് ഇതിന് കിട്ടിയത്. 2024 ജൂണിൽ 15,902 വാഹനങ്ങൾ സെയിലായിരുന്നു കിട്ടിയത്. 1,751 വാഹനങ്ങളുടെ വ്യത്യാസവും 11.01% ഡീഗ്രോത്ത് റേറ്റ് ഒക്കെ ഉണ്ട്. നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമതായി ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്ന വണ്ടി ഇതാണ്. പക്ഷെ എന്നാലും ഈ ഒരു സെഗ്മെൻറ്റിലുള്ള വണ്ടി ഇത് കുറച്ച് കാലം മുന്നേ ഇത്രയും വിൽക്കൊന്നും ഇല്ലായിരുന്നു. 10,000, 8,000, 9,000 ആ റേഞ്ചൊക്കെ ആയിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ 24 അവസാനമായി 25 കൂടെ ആയപ്പോഴേക്കും മിക്ക മാസങ്ങളിലും ഈ വണ്ടിയുടെ സെയിൽ ഏകദേശം ഒരു 13,000 to 16,000-ത്തിനിടയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് വളരെ ഇമ്പ്രസീവാണ്. കാരണം ഇതൊരു MPV കാറ്റഗറിയിൽ വരുന്ന വണ്ടിയാണ്. പൊതുവെ MPVs ഒന്നും ഇന്ത്യയിൽ ഈ വണ്ടി അല്ലാതെ 10,000-ത്തിന് സെയിൽ ക്രോസ് ചെയ്തിട്ടില്ല. ഇനി 3rd പൊസിഷനിൽ നിൽക്കുന്ന അടുത്ത വാഹനം ബ്രസയാണ്. ഇതിൻ്റെയും സെയിൽ കമ്പാരിറ്റീവ്ലി ഇത്തിരി കുറഞ്ഞെന്ന് പറയും, പക്ഷെ എന്നാലും വലിയ കുഴപ്പമില്ല. 14,507 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് കിട്ടിയത്. 2024 ജൂണിൽ ഇതിന് 13,172 വാഹനങ്ങളുടെ സെയിലായിരുന്നു വന്നത്. 1,335 വാഹനങ്ങളുടെ വ്യത്യാസവും 10.14% ഗ്രോത്ത് റേറ്റും ഉണ്ട്. നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഇയർ ഓൺ ഇയർ ബേസിൽ ഗ്രോത്ത് വന്നിരിക്കുന്ന വണ്ടി ഇതാണ്. പിന്നെ ഇതിനവർ 22-ലൊരു ഫേസ് ലിഫ്റ്റ് കൊടുത്താണ്, ഓരോ ജനറേഷൻ അപ്ഡേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നും വന്നിട്ടില്ലായിരുന്നു. ഇപ്പോഴും ഒരു സെയിം വണ്ടി തന്നെയാണ് വിൽക്കുന്നത്. പക്ഷെ എന്നാലും ആൾക്കാർ വാങ്ങുന്നുണ്ട്. ആൻഡ് ആ ഒരു രീതിയിൽ നോക്കുമ്പം 14,500-ന് സെയിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഈവൻ ദോ ചില മാസങ്ങളിൽ 16,000, 17,000 വരെയൊക്കെ ഇതിന് സെയിൽ പോകുന്നതാണ്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ ചെറിയൊരു കുഴപ്പമായിട്ട് നമുക്ക് തോന്നുന്നത്. ഏതായാലും പുതിയ ജനറേഷൻ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ കയറിപ്പോയ വേറൊരു വണ്ടിയാണ് ഡിസയർ. ഇതിന് 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കിട്ടി, ആവശ്യത്തിന് ഫീച്ചേഴ്സും കിട്ടി. പിന്നെ ഒരു 3 സിലിണ്ടർ എഞ്ചിൻ ആക്കിയത് ഡിസയറിൻ്റെ ഒരു ക്യാരക്ടർ വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ലായിരുന്നു. കാരണം സ്വിഫ്റ്റ് ആൾക്കാർ ഇത്തിരി സ്പോർട്ടി ഡ്രൈവിങ്ങിനൊക്കെ എടുക്കുമായിരുന്നെങ്കിൽ അത് ഈ അടുത്ത കാലത്തൊക്കെ ആകുമ്പോൾ പോയി. എനിവേ ഡിസയർ ആരും സ്പോർട്ടി കാറായിട്ട് എടുക്കാറില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മിക്ക മാസങ്ങളും 15,000-ന് മുകളിൽ പുതിയ ജനറേഷൻ വണ്ടിക്ക് സെയിൽ കിട്ടാറുണ്ട്. 15,484 വാഹനങ്ങളുടെ സെയിലാണ് കഴിഞ്ഞ മാസം വന്നത്. 2024 ജൂണിൽ 13,421 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയത്. 2,063 വാഹനങ്ങളുടെ വ്യത്യാസവും 15.37% ഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഇയർ ഓൺ ഇയർ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വാഹനം ഡിസയർ തന്നെയാണ്. ഈ വാഹനം സത്യം പറഞ്ഞാൽ അറിയിക്കുന്ന സെയിൽസാണ്, കുറ്റം പറയാനൊന്നും പറ്റില്ല. ഇനി നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്ന ഒരു ചെറിയ വണ്ടിയല്ല, നമ്മുടെ ഹ്യുണ്ടായി ക്രെറ്റയാണ്. കഴിഞ്ഞ മാസം 15,786 വാഹനങ്ങൾ സെയിലാണ് ഇതിന് കിട്ടിയത്. 2024 ജൂണിൽ 16,293 വാഹനങ്ങൾ സെയിലൊക്കെ കിട്ടിയതാണ്. 507 വാഹനങ്ങളുടെ വ്യത്യാസവും 3.11% ഡീഗ്രോത്ത് റേറ്റും ഒക്കെ ഉണ്ട്. പക്ഷേ എന്നാൽ പോലും ഈ വണ്ടിയാണ് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വിറ്റുപോയത്. അതായത് മിക്ക കമ്പനികളുടെയും പ്രൊഡക്ഷനിൽ കഴിഞ്ഞ മാസം എന്താ സംഭവിച്ചിട്ടുണ്ട്, 15,000-ൻ്റെ ആ റേഞ്ചിൽ നിന്ന് മുകളിലേക്ക് അധികം പോയിട്ടില്ല. അതുകൊണ്ടാണ് 16,000 പോലും ടച്ച് ചെയ്തില്ലെങ്കിലും ക്രെറ്റ കഴിഞ്ഞ മാസത്തെ ബെസ്റ്റ് സെല്ലിംഗ് വണ്ടിയായത്. പിന്നെ ക്രെറ്റ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ബെസ്റ്റ് സെല്ലിംഗ് വണ്ടി ആവാറുണ്ടായിരുന്നു, ഞാനതിനെ കുറ്റപ്പെടുത്തിയതല്ല. ഇതിപ്പോൾ 3ാമത്തെ പ്രാവശ്യം തോന്നുന്നു ഏറ്റവും കൂടുതൽ വിറ്റുപോയ വണ്ടി ക്രെറ്റ ആവുന്നത്. പക്ഷേ എന്നാലും ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് പോയിൻറ്റും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പം ഇത് നമ്പർ 1 ആവുന്നു, 15,000-ന് മുകളിൽ വിൽക്കുന്നു എന്ന് പറയുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. ഏതായാലും കഴിച്ച് ഇതാണ് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വിറ്റുപോയ 10 വാഹനങ്ങളുടെ വീഡിയോ. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സറീസോ ക്ലീനിങ് പ്രൊഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ടാഗ് തീർച്ചയായും ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.